തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 3-ാമത്തെ ഭാഗത്ത് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത് വെള്ളത്തിന്മീതെയാണ് എന്ന് പറയുന്നു. എന്താണ് വെള്ളത്തിന്റെ പ്രാധാന്യം? വെള്ളത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഹൈഡ്രജന്റെ 2 തന്മാത്രകളും ഓക്സിജന്റെ 1 തന്മാത്രയും ചേർന്നാണ് വെള്ളമുണ്ടാകുന്നത്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത സുതാര്യമായ ഒരു രാസസംയുക്തമാണ് ജലം. ഇത് ദ്രാവക രൂപത്തിലും ഖരരൂപത്തിലും വാതക രൂപത്തിലും കാണപ്പെടുന്നു. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് വെള്ളം. മനുഷ്യ ശരീരത്തിന്റെ 70% വെള്ളമാണ്. ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളമാണ്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും സസ്യങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിന് വെള്ളം അത്യന്താപേക്ഷിതമാണ്. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുവാനും പോഷകങ്ങൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തിക്കുവാനും മാലിന്യങ്ങൾ പുറന്തള്ളുവാനും വെള്ളം സഹായിക്കുന്നു. കൃഷി, വ്യവസായം, ഗതാഗതം, വൈദ്യുതി ഉൽപാദനം, വീട്ടുജോലി എന്നിവയ്ക്ക് വെള്ളം മുഖ്യ പങ്ക് വഹിക്കുന്നു. ഭൂമിയിലെ മൊത്തം ജലത്തിന്റെ 97% സമുദ്രങ്ങളിലെ ഉപ്പുവെള്ളമാണ്. കേവലം 3% മാത്രമാണ് ശുദ്ധജലം. ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ജലം തന്നെ ജീവന്റെ നാശത്തിനും കാരണമാകുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് മാനവകുലത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനമെടുത്തു. എങ്കിലും നീതിമാനായ നോഹയെയും കുടുംബത്തെയും ദൈവം പെട്ടകത്തിലൂടെ രക്ഷിച്ചതായി ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 5, 6, 7 അധ്യായങ്ങളിൽ കാണുന്നു. ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ചെങ്കടലിലെ വെള്ളം കൊണ്ട് ചിറകെട്ടി ചെങ്കടലിനെ 2ആയി ഭാഗിച്ച് കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട ജനം മരുഭൂമിയിലൂടെ 3 ദിവസം വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയപ്പോൾ അവിടെയുള്ള വെള്ളം കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ആ വെള്ളവും അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവർ യഹോവയോട് അപേക്ഷിച്ചപ്പോൾ യഹോവ ഒരു വൃക്ഷത്തിന്റെ കമ്പ് വെട്ടി അതിലിടുവാൻ കൽപ്പിച്ചു. മോശ അങ്ങനെ ചെയ്തപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിനവയിലെ ജനത്തിന്റെ അതിക്രമം മൂലം ആ പട്ടണം ദൈവം നശിപ്പിക്കുവാൻ പോകുന്നു എന്ന വിവരം അറിയിക്കുവാൻ ദൈവം യോന പ്രവാചകനെ തെരഞ്ഞെടുത്തതും യോന തർശീശിലേക്കുള്ള കപ്പലിൽ കയറിയതും കൊടുങ്കാറ്റുണ്ടായതും കപ്പലിൽ നിന്ന് യോനയെ കടലിലേക്ക് എറിഞ്ഞതും യോനയെ വലിയ ഒരു മത്സ്യം വിഴുങ്ങി 3 രാവും 3 പകലും യോന കടലിന്റെ നടുവിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതും ദൈവം യോനയെ നിനവയിൽ എത്തിച്ചതും യോന ദൈവത്തിന്റെ പദ്ധതി നിനവയിലുള്ളവരെ അറിയിച്ചതും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതും രക്ഷപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട ദൈവജനത്തെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശം നൽകുവാൻ വീണ്ടും ജനനമെന്ന പ്രക്രിയ ദൈവാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന ജീവജലത്തിലൂടെ തന്നെ നൽകുവാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ മാമോദീസ എന്ന കൂദാശയിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും ദൈവരാജ്യത്തിന്റെ അവകാശികളായി ആത്മാഭിഷേകമുള്ളവരായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.